ജോർജിൻ്റെ ബാല്യം കയ്പ് നിറഞ്ഞതായിരുന്നു. പിതാവ് മദ്യപാനിയും കുടുംബം നോക്കാത്ത വ്യക്തിയുമായിരുന്നു. മാതാവ് സംഗീത അധ്യാപികയുമായിരുന്നു. അവരുടെ തുച്ഛമായ വരുമാനം കൊണ്ട് മാത്രം ആ കുടുംബം കഴിഞ്ഞു പോന്നു. കുടുംബത്തിലെ പ്രാരാബ്ധങ്ങൾ മൂലം ജോർജിന് ചെറുപ്പത്തിൽ തന്നെ ഒരു ഓഫീസിൽ പ്യൂണായി ജോലിക്ക് ചേരേണ്ടി വന്നു. എന്നാൽ ഇത്തരം ജോലികൾ ചെയ്ത് തൻ്റെ സമയം വെറുതെ പാഴാക്കുകയാണെന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. താൻ ഉയർന്ന നിലയിലേക്ക് എത്തേണ്ടവനാണെന്ന മനോഭാവം കൂടിയതോടെ ഒരു നാൾ അദ്ദേഹം ജോലി രാജിവെച്ചു. അമ്മ എതിർത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വാദം, ഒരു ഓഫീസ് ബോയിയായി നശിപ്പിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം എന്നാണ്. എന്നാൽ ജോലി വേണ്ടെന്ന് വെച്ചതോടെ തീരാത്ത ദുരിതങ്ങൾ ജോർജിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഒരെഴുത്തുകാരനായി ചൂടുറപ്പിക്കാൻ നന്നേ പണിപ്പെട്ടു. ഓരോ പ്രസാധകനും തൻ്റെ രചനകൾ തിരിച്ചയച്ചപ്പോൾ നിരാശനാകാതെ വീണ്ടും വീണ്ടും എഴുതി. സംഗീത നിരൂപണം പരീക്ഷിച്ചു നോക്കി. തുടർന്ന് നോവലിലേക്ക് തിരിഞ്ഞു. ചില നോവൽ പ്രസിദ്ധീകരിച്ചെങ്കിലും വിൽപ്പനയ്ക്കെത്തിയപ്പോൾ വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നിട്ടും ജോർജ് വിട്ടുകൊടുത്തില്ല. നാടക സ്ക്രിപ്റ്റുകൾ എഴുതി. അവിടെ അദ്ദേഹം വിജയിച്ചു. ആ നാടക സ്ക്രിപ്റ്റുകൾ വാങ്ങാൻ ലണ്ടനിലെ നാടക കലാസമിതികൾ ക്യൂ നിന്നു. അങ്ങനെ ലോകത്തെ ധനാഢ്യരായ എഴുത്തുകാരിൽ ഒരാളായി അദ്ദേഹം മാറി. ഒരു ഓഫീസ് ബോയിയായി തുടങ്ങി കഠിനാധ്വാനവും ഇച്ഛാശക്തിയും കൊണ്ട് ലോകത്ത് ചരിത്രമെഴുതിയ വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ജോർജ് ബെർണാഡ് ഷായുടെ ജീവിതകഥയാണിത്. മനസ്സിൽ സിനിമാ സ്വപ്നങ്ങൾ പേറി തോൽവികളിൽ പകച്ചു നിൽക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് പ്രതീക്ഷയുടെ ഒരു നറുവട്ടമാകട്ടെ ഈ ചരിത്രം. നീ അവളെ എന്ത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്താ അവൾക്ക് ഭംഗിയില്ലേ? ഭംഗി കുറച്ച് കൂടുതലല്ലേ? എനിക്ക് ഭംഗിയില്ലടാ. ഇപ്പൊ ചെരിപ്പിച്ച് കൊല്ലുട്ടാ നമ്മളെ. പക്ഷേ അവള് നിന്നെക്കാളെ റിച്ചല്ലേ? എടാ, പ്രണയത്തിന് എന്ത് റിച്ച്, മനസ്സിലല്ലടാ സ്നേഹം. അത് കറക്റ്റ്. എന്തുട്ട് കറക്റ്റെന്നാ? ഡാ, നീ ഇതുവരെ അവളുടെ അടുത്ത് ഇഷ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തുട്ടവൻ? ഞാനെന്ത് ചെയ്യാനടാ? അവളെ കാണുമ്പോ എന്റെ മുട്ടിടി, വായിലെ വെള്ളം വറ്റും, തലയും കറങ്ങും. പിന്നെ നിന്നെ പണിക്കണ ഛർദിക്കവൻ. പോട്ടടാ, എല്ലാവർക്കും നമ്മളെ പോലെ ധൈര്യം വേണമെന്നില്ലല്ലോ. ഡാ ഊതല്ലട്ടാ. ഡാടാ തല്ലൂടല്ലേ, ചങ്കൂരുണ്ടാകാനുള്ള മരുന്നിനെ കിച്ചു വയ്ക്കണേ. അവൻ വരും, സംഭവം സെറ്റാണ്. സെറ്റായ നീ ഇത് എവിടെ കൊണ്ട് വെച്ചേക്കണേ? മടിച്ചത് താഴെ തുറക്ക്. ഇതേ ആപ്പൂപ്പ സാധനം നല്ലത്. എന്തുന്നാണത്? പപ്സ് അങ്ങനെയാണത് പൊതിഞ്ഞിട്ട് വരാൻ. ഇതാണ് സാക്ഷാൽ കഞ്ചാവ്. ഇത് വലിച്ച ധൈര്യം ഇട്ടാന്ന് പറഞ്ഞേ. ആണോ? വലിച്ചോ കത്തിക്കട്ടെ. അമ്മേ കാവലമ്മേ, താടിയൊന്നും കത്തിപ്പോ. ആരും പ്രതികരിക്കാത്തത്? ചുമച്ച് കളയല്ലേ? ഒന്ന് അമർത്തി വലിച്ചേ. ശരിക്കും വലിക്ക്. അമർത്തി വലിക്ക്. ഇപ്പൊ എങ്ങനെ? മൂക്കിക്കൂടെ. ധൈര്യം വരണ്ട. കലക്കി പുതിയ അവസ്ഥ. ഓരോ പഫും ശ്രദ്ധിച്ചെടുക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. വല്ലതും വരണ്ട. ധൈര്യം വരണ്ട. 2 പഫും കൂടി എടുത്തേ. ഒരെണ്ണം മതിയാവും. വലിക്ക്. വരുന്നുണ്ട് മച്ചാനെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ധൈര്യം വരണ്ട? വേഗം വാട. ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ചിഞ്ച് മഞ്ച് രഞ്ച്.
ഞാൻ ആദ്യമായിട്ട് സ്ലോ മോഷനിലാണ് ദൈവമേ തട്ടണെന്ന് വേണ്ടിരുന്നു. ഈശ്വര റിലേബിൾ തിരിച്ചു വാ ഹീരാ എന്തി എടി നിന്റെ അനിയത്തിനല്ലേ അവൻ വിളിച്ചത്? എന്തിനാ വിളിച്ചേ? ഐ ലവ് യു. യൂട്യൂബ് ആൾക്കാരൊക്കെ നോക്കണേ എനിക്കിറാ. എന്റെ കഞ്ചാവിന് ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തായി പ്രിൻസിപ്പൾ എന്താ പറഞ്ഞേ? ഒരു രക്ഷയില്ല. മോളിൽ നിന്നൊക്കെ വിളിച്ചു പറയിപ്പിച്ചു. അവസാനം പ്രിൻസിപ്പാൾ ഒരു തീരുമാനം പറഞ്ഞു. PTA മീറ്റിംഗ് വയ്ക്കും. അതിലേതെങ്കിലും രക്ഷിതാവ് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ല. എവിടെയാ അവൻ? നീ ഇതിനാണോ സ്കൂളിൽ പോണേ? ഞാൻ ആ പ്രിൻസിപ്പാളിന്റെ മുന്നിൽ നാണം കിട്ടും. നിന്നെ ഞാൻ കൊല്ലണം. ഫോൺ വരുന്നു. ഹലോ 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 ഹലോ, ഞാൻ ആദ്യയുടെ സ്കൂൾമേറ്റ് മായയാണ്. ആദ്യക്കൊന്ന് ഫോൺ കൊടുക്കൂ. ഫോൺ നിനക്കാണ്. ആരാ? ഏതൊരു പെണ്ണ്. ഈശ്വര, ഇനി അതും കൂടി കേൾക്കാനുള്ളൂ. ഹലോ ഹലോ, ഞാൻ മീരയുടെ ചേച്ചി മായയാണ്. എനിക്ക് ആദ്യം പേഴ്സണലായിട്ടൊന്ന് കാണണം. നാളെ വീട് വരെ വരാൻ പറ്റുമോ? പറ്റില്ല എന്ന് പറയരുത്. ഇവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. എന്താടൊരു ആലോചന? ഏതാടാ പെണ്ണ്? എന്താ അവള് പറഞ്ഞേ? വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്നു. എന്റെ ദൈവമേ, മനുഷ്യ പടികൾ തന്നെ. ഇവനെ ഞാനിന്ന് എന്നാലും അവൾ എന്തിനായിരിക്കും എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടാവാ? ഞാനിപ്പോ അതൊന്നും അല്ല ആലോചിക്കണം. അവൾക്ക് എങ്ങനെ എൻ്റെ അച്ഛൻ്റെ നമ്പർ കിട്ടി? എടാ അത് ഞാനല്ലോ അവിടത്തെ. പുല്ലേ, നിനക്ക് ചെയ്തൊന്നും പോരല്ലടാ. നിങ്ങളെല്ലാവർക്കും വേണ്ടിട്ടാ ആ കുറ്റം മൊത്തം ഞാൻ ഒറ്റയ്ക്കേറ്റെ. ഇപ്പൊ നിങ്ങളൊക്കെ പുണ്യാളന്മാര്, ഞാൻ പുറത്ത്. എടാ, ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഇത്തിരി ദുർബല ഹൃദയം. പോടോ. ഞാനെ കൊണ്ടു നീ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാ എന്നെ പുറത്താക്കി. എടാ അതല്ലടാ, നീ പോണം. കാര്യം മറ്റേതാണെങ്കിൽ സംഭവം മറ്റാണെങ്കിലാ ലവ് പ്യാർ. ഇതിപ്പോ അവൾക്ക് വിളിച്ചറിയാൻ പറ്റാത്ത ചേച്ചി കൊണ്ട് വിളിച്ചാണെങ്കിലോ? എടാ, ഇനി അവൾക്ക് പ്രണയം എങ്ങാനാണെങ്കിൽ നീ കുളിച്ച് കുറച്ച് സുന്ദരകുട്ടപ്പനെ കേട്ട് വെക്ക. ഇതുപോലെ പോണ്ടാട്ടാ. ഡാ, അവൾക്ക് നിന്റെ മറ്റാണെങ്കിലേ ക്രിസ്മസ്. ക്രിസ്മസാ? ക്രിസ്മസാ? കിസ്മത്തനാ? ക്രിസ്മസാണോ? ചവിട്ടോട്ടോനെ. ഓ, അവിടെ മുക്കണം വെള്ളത്തില്. വേണ്ട, വെള്ളം കേടാവും. നദിയിൽ കണ്ണാടി നോക്കും. സൂപ്പറായി. സൂപ്പറായി. നീ എങ്ങോട്ട് പോണേ? ഞാൻ പ്രിയന്റെ വീട് വരാ. കുറച്ച് നോട്ട്സ് ചെയ്തിരിക്കാണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ച് പരീക്ഷ എഴുതിക്കോളാം. പോയി നന്നായാ മതി. കഞ്ചാവ് മോനെ, കഞ്ചാവ് തന്നെ ചട്ടുകാലം മോൻ്റെ കയ്യിൽ. താനൊന്ന് പോടോ. ഹലോ, ഞാൻ മായയാണ്. ആദ്യം പുറപ്പെട്ടോ. ആ, വന്നോ? ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? എന്നപ്പോ തീരുമാനം ഉണ്ടോ? വായിരിക്കെ, ഞാൻ അച്ഛനെ വിളിക്കാം. ഓക്കെ. ഇതാണ് എന്റെ ആള്. ഞാൻ പോയി ചായ എടുക്കാം. ആ, ഇരിക്കേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ആ, സുഖാണ്. അല്ല, എന്താ സാറിനോട് വരാൻ പറഞ്ഞത്? തൻ്റെ കാര്യം തീരുമാനിക്കാൻ ഈ ആഴ്ച PTA മീറ്റിംഗ് വച്ചിട്ടുണ്ട്. വല്ല പ്രതീക്ഷയുണ്ടോ? അതറിയില്ല. എൻ്റെ മോള് തനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ?
സാർ അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. സാറും മീരിയും എന്നോട് ക്ഷമിക്കണം. ശരി. ഇവളും പറഞ്ഞു താൻ പാവാണെന്ന്. കൂട്ടുകാരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചെയ്തു പോയതാവുന്നു. തനിക്ക് വേണ്ടി പ്രിൻസിപ്പാളിനോട് സംസാരിക്കണമെന്നു. പ്രിൻസിപ്പാൾ എൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞാൽ തട്ടിക്കളയാത്തൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ഒരു പ്രാവശ്യത്തിനൊക്കെ ആൾ ക്ഷമിക്കും. എന്തു പറഞ്ഞ് ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്യാം. അന്വേഷിച്ചപ്പോൾ സ്കൂളിലെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും താനില്ല. പഠിക്കാനും ബിലോ ആവറേജ്. ഞാൻ നോക്കിയിട്ട് തനിക്ക് ഫേവറബിൾ ആകുന്ന ഒരു ഫാക്ടറും കാണുന്നില്ല. ആദ്യം പാട്ട് പാടേ, പടം വരക്കേ, അങ്ങനെ എന്തേലും ചെയ്യോ? ഞാൻ ശ്രമിച്ചു നോക്കാം എന്തെങ്കിലും പറ്റുമെന്ന്. തന്നെ പറ്റി പറയാൻ നല്ലൊരു വോയിസ് വേണം. 3 ദിവസമുണ്ട് മീറ്റിങ്ങിന്. അതിനുള്ളിൽ തനിക്കെന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ എബിലിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ തനിക്ക് വേണ്ടി സംസാരിക്കാം. അപ്പൊ സത്യം പറഞ്ഞ ഇവനാ സ്കൂളിൽ ഇനി കാലെടുത്ത് വെക്കാൻ പാടുള്ള ഉറപ്പായി. അതെന്താടാ? എടാ ഇവനെന്ത് മാങ്ങാത്തൊലി കഴിവാണുള്ളത്. നീ ഇവന്റെ കൈശ്വരം കണ്ടണ്ടാ? അറബി തോറ്റു. കുത്തല്ലേട്ടോ. സോറി ബ്രോ, സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതാണ്. ചേറ്റ. എടാ നീ എൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടാ. നീ എന്റെ മുന്നിൽ എഴുന്നേറ്റ് പൊക്കോട്ടാ ശവം. അതല്ലടാ, അതിനെ നന്ദി നിനക്ക് എപ്പോഴും ഉണ്ട്. നിനക്കതൊന്ന് ട്രൈ ചെയ്തൂടെ? ഇവര് പറഞ്ഞ പോലെ പാടാനോ വരയ്ക്കാനോ എന്തെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടാൻ പറ്റും. ഏത് നമ്മുടെ കരാപ്പിലാക്കി പാട്ടാണോ? അതാണെങ്കിൽ പൊളിക്കും. ഇവനെന്തോ തറങ്ങനെ കാണിക്കാൻ പോണെ. എന്നാ പൊളിക്കാം. ഇവനെന്താ കൊയ്യാൻ പോണ? चोरियां बुड़ू तेरी से मारा तुम्हें चोरियां बुड़ू चोरियंटा बड़ा तेरी से पाड़त चोरियंटा बड़ा कला पिलाकी ले कला पिलाकी ले निर्कोरी पांबு तेरी सैला चात निर्कोरी पांबु कोंबंगाला चेंबंगाला तेरी से काला वित बलिया कोंबु कला पिलाकी ले कला पिलाकी ले वालन कुरंग तेरी से रोडिल वालन कुरंग कुट्टी पिल्लेरी कोत्ती पिल्लेरी तेरी से स्कूलिल कोत्ती पिल्लेरी कला पिलाकी ले कला पिलाकी ले മോനെ ഇങ്ങോട്ട് വന്നേടാ. എന്തമ്മ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലണേ ഭേദം എന്നെ ഒറ്റയടിക്ക് കൊന്നൂടറാ. അമ്മ പാട്ട് ശരിയാവില്ലേ? ഒരു കഥ എഴുതിയാലോ? വേണ്ട ഒരു പടം വരയ്ക്കാം. അച്ചോ ഇത് ഞാൻ വരച്ച പടാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നീത് മലഞ്ചരക്കടയാണോ വരച്ചു വെച്ചാണ്? അച്ഛാ അല്ല സത്യത്തിൽ നീ എന്താ വരച്ചേ? ഞാൻ വിവാഹ വേഷത്തിലിരിക്കണ ഒരു പെൺകുട്ടീനെ വരച്ചതാ. ഡാ ഇന്നല്ലേ മീരയുടെ അച്ഛൻ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞേ? നീ പോണില്ലേ? വേണ്ടാ, നീ എൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടാ. കൊല്ലും ഞാൻ നിന്നെ. വിടറാ, വിട്. നിന്റെ മനുഷ്യനോട് എല്ലാ ആവശ്യണ്ടാ? അതിന്റെ നന്ദി നിനക്ക് നീ എപ്പോഴും കൈ ഉണ്ട്. വന്നോട്ടെ. നീ ആയിട്ട് ഒരു പരിപാടി ഞാനില്ല. കൈവിട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, പറഞ്ഞു തൊലക്കി. നീ പോണം. കരഞ്ഞ് കാല് പിടിച്ച അലിയാത്തൊരു പെണ്ണിന്റെ മനസ്സില്ല. എന്തായാലും അവള് നീ പോയി അവളെ കാല് പിടിച്ച് കരയണം. അവള് പറഞ്ഞ അവളെ അച്ഛൻ കേക്കും. കരയില്ലടാ നീ. സംഭവം നീ പറഞ്ഞത് ശരിയൊക്കെയാണ്. പക്ഷേ
കരഞ്ഞ് കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞാ നമുക്കൊരു ക്രെഡിബിലിറ്റി ഒക്കെ ഇല്ലടാ. ആദ്യം ആ വീടിന്റെ ക്രെഡിബിലിറ്റി തീർക്കാൻ നോക്ക്. ഡാ ആദ്യ നീ ഇവിടെ ഉണ്ടായാ ഇങ്ങോട്ട് വാടാ. വാടാ വാടാ, നിനക്കെന്താ വരാത്ര മടി? ആരത്? നിന്നെ പുറത്താക്കിയവരൊക്കെ നമ്മ അറിഞ്ഞ് ഇവിടെ ഇർക്കില് എന്നിട്ട് എന്നിട്ട് അവന്റെ അഭ്യാസം. എനിക്കറിയാൻ പാടില്ല. ചത്തുറ, നീ ഒന്നും ജീവിച്ചിട്ട് കാര്യമില്ല. എടാ ഒരു മിനിറ്റ്, ഞങ്ങളുടെ കൂട്ടാണ് ഞങ്ങളുടെ ഇലാക്കും. അത് കേട്ടിട്ട് ഉണ്ടാക്കാൻ വന്ന ഞണ്ടല്ല ഇവരൊന്നും കണ്ടല്ലോ. ഇവരെ കണ്ടിട്ടില്ല. പാടത്തിന് മുകളിൽ തള്ളിയിട്. പറയൂ, എന്ത് പറഞ്ഞ് ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്യണ്ടേ? അതിനുള്ള എന്ത് ക്വാളിറ്റിയാണ് തനിക്കുള്ളത്? സാറേ, എനിക്കതിനെ പ്രത്യേകിച്ചൊരു ക്വാളിറ്റി ഇല്ല. എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എനിക്ക് വേണ്ടി സംസാരിച്ച് സാറ് നാണം കടണ്ട. എനിക്കൊരു കഴിവില്ല. എല്ലാവരും മുമ്പിലും നാണം കെട്ടി ജീവിക്കാൻ എൻ്റെ വിധി. സാറേ, ഞാൻ ഇറങ്ങാം സാറേ. ആ, താനിരിക്കടോ. താൻ പറഞ്ഞില്ലേ തനിക്ക് യാതൊരു ക്വാളിറ്റിയും ഇല്ലെന്ന്. ഇപ്പൊ താൻ പറഞ്ഞതാ ഒരു മനുഷ്യന് വേണ്ട യഥാർത്ഥ ക്വാളിറ്റി. എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ്, അത് തനിക്കുണ്ട്. നമുക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കാം, പണമുണ്ടാക്കാം, വലിയ മാളികകൾ പണിയാം. പക്ഷേ ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റില്ല. അതിനു വേണ്ടത് നല്ല മനസ്സാ, കലർപ്പില്ലാത്ത സ്നേഹമാ. സ്നേഹിക്കാൻ നല്ലൊരു കുടുംബമില്ലാതെ നാം എന്തൊക്കെ നേടിയിട്ട് എന്താടോ കാര്യം? ഈ സ്നേഹം മാത്രം മതിടോ ഈ ലോകത്ത് ജീവിക്കാൻ. മനസ്സിൽ നിറഞ്ഞൊഴുകുന്ന സ്നേഹം കൊണ്ട് ഒരുപാട് പാവപ്പെട്ടവർ ഊട്ടിയൊരു അമ്മയുണ്ട്. അവർ ഈ ലോകത്തെ കീഴടക്കിയത് സ്നേഹം കൊണ്ടാ. എല്ലാവരും അവരെ വിളിച്ചത് അമ്മയെന്നാ. ആ പേരുച്ചരിക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരൻ്റെ നാവിലും മധുരം നിറയും. ആ അമ്മയുടെ പേര് മദർ തെരേസ എന്നായിരുന്നു. വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പുമ്പോൾ മനസ്സിനുണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, അത് സകല മതങ്ങളും സങ്കല്പിച്ചു വച്ചിട്ടുള്ള സ്വർഗീയ സുഖത്തേക്കാൾ മേലെയാണ്. മനസ്സിൽ നിറഞ്ഞൊഴുകുന്ന ഈ സ്നേഹം മാത്രം മതി നിനക്ക് ഈ ലോകത്ത് വിജയിക്കാൻ. അച്ഛനോട് ക്ഷമിക്കണം. എന്തിനാ മോൻ അറിയണേ? അച്ഛൻ്റെ കൂടെ ഈ സ്കൂൾ പോണേ പോട്ടറാ, നമുക്ക് നേരെ നല്ല സ്കൂളിൽ ചേർത്താൻ തന്നെ. നീ വിഷമിക്കണ്ട. തിരിച്ചെടുത്തൂലേ? ആ, എല്ലാവർക്കും APJ അബ്ദുൽ കലാമും എബ്രഹാം ലിങ്കനും ആകാൻ കഴിഞ്ഞെന്ന് വരില്ല. ജീവിത വിജയത്തിനാവശ്യമായ സദ്ഗുണങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ചെറിയ വിജയങ്ങൾ നേടാൻ ശ്രമിക്കുക. ഓർക്കുക, അങ്ങനെ നേടുന്ന ചെറിയ വിജയങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് വലിയ വിജയമുണ്ടാകുന്നത്. നാം ജയിച്ചവനെന്ന് ലോകം പറയുന്നു.